മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിന് കീഴടങ്ങിയെന്ന വ്യാഖ്യാനവുമായി NSSും SNDPയും തെരഞ്ഞെടുത്തത് ജനാധിപത്യ മര്യാദകൾ പാലിക്കാതെയാണ് എന്നാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. എന്നാൽ സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കുന്ന പ്രതികരണങ്ങൾ ആരും നടത്തരുത് എന്നായിരുന്നു ലീഗിന്റെ പ്രതികരണം. സാമുദായിക നേതാക്കളുടെ അതേ ആഖ്യാനവുമായി ലീഗിനെതിരെ BJPയും രംഗത്ത് വന്നു. മുഖ്യമന്ത്രി പദത്തിലെത്തിയിട്ടും VD സതീശൻ വിരുദ്ധതയുടെ മൂർച്ച കുറയ്ക്കുന്നില്ല NSSും SNDPയും. VDയുടെ സ്ഥാനാരോഹണത്തിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ തിരക്കഥ എന്ന കുറ്റാരോപണമാണ് ഇരു സാമുദായിക നേതാക്കളുടെയും കുന്തമുന. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ കീഴ്വഴക്കങ്ങളോ ജനാധിപത്യ മര്യാദയോ പാലിച്ചിട്ടില്ലെന്നാണ് G. സുകുമാരൻ നായരുടെ വിമർശനം. മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുമെന്ന് ഉറപ്പാണെന്നും മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പിലും ഇടപെടലുണ്ടാകുമെന്നും സുകുമാരൻ നായർ പറഞ്ഞുവെച്ചു. ഈ തീരുമാനമെടുക്കാനായിരുന്നെങ്കിൽ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യത്തിൽ ഒരു ജനാധിപത്യ സംസനമാണ് നടന്നിരിക്കുന്നത്. കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി എന്ന് വേണം പറയാൻ. NSSനെ പോലെ കടുത്ത വിമർശനത്തിന് മുതിർന്നില്ലെങ്കിലും ലീഗിനെതിരായിരുന്നു ഇന്നും വെള്ളാപ്പള്ളി. ലീഗ് സമ്മർദ്ദ ഗ്രൂപ്പായി കാര്യങ്ങൾ നേടിയെടുക്കുമെന്നായിരുന്നു ആരോപണം. സുകുമാരൻ നായർ ചെന്നിത്തലയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ചപ്പോൾ വിജയത്തിന്റെ രാജശില്പി KC വേണുഗോപാലാണെന്നും ചെന്നിത്തല ഭാഗ്യദോഷിയാണെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. അത് നമ്മൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ചെയ്യാൻ ഒരു അധികാരമില്ല, നമുക്ക് അവകാശമില്ല. സുകുമാരൻ നായരുടെ പരാമർശങ്ങൾ ലീഗ് തള്ളിക്കളഞ്ഞു. സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കുന്ന പ്രതികരണങ്ങൾ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകരുത്. ലീഗിനോട് അഭിപ്രായം ചോദിച്ചപ്പോഴാണ് നിലപാട് വ്യക്തമാക്കിയതെന്നും എന്നാൽ അത് പരസ്യമായല്ല പറഞ്ഞതെന്നും നേതാക്കൾ വിശദീകരിച്ചു. വളരെ ശുഭകരമായ ഒരു മുഹൂർത്തത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, അവരവർ ആലോചിക്കുക. ഔചിത്യത്തോടുകൂടി ഓരോ ആളുകളും സംസാരിക്കേണ്ട ഒരു സമയം കൂടിയാണത്. കാരണം കേരളമാണ്. കേരളത്തിൽ സ്ഫോടനാത്മകമായ സാഹചര്യം ആരും ഉണ്ടാക്കരുത്. സാമുദായിക നേതാക്കളുടെ ചുവട് പിടിച്ചാണ് BJPയുടെ പ്രതികരണം. അടുത്ത 5 കൊല്ലവും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കാണാൻ പോകുന്നത് ലീഗിന്റെ പാട്ടിനൊപ്പം തുള്ളുന്ന പാവയായിരിക്കുമെന്നാണ് വിമർശനം. ഹൈക്കമാൻഡ് പാണക്കാട് തങ്ങളാണെന്നും കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നതെന്ന വിമർശനവും BJP ശക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.